ആശാവർക്കർമാരുടെ മഹാസംഗമ പ്രതിഷേധം ഉടൻ ആരംഭിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിക്കുന്ന സമരത്തിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ആശാവർക്കർമാർ പങ്കെടുക്കും. ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഓണറേറിയം വർദ്ധിപ്പിക്കാത്തത് കേന്ദ്രം തുക നൽകാത്തതിനാലാണെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ആവശ്യമുന്നയിച്ച ആശാവർക്കർമാർക്കൊപ്പം ഡൽഹിയിൽ സമരം ചെയ്യാനും തയ്യാറാണെന്ന് മന്ത്രി പറയുന്നു. ആശാവർക്കറുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതലയേറ്റപ്പോഴും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള 600-ലധികം കോടി രൂപയിൽ ആശമാർക്കുള്ള ഈ 100 കോടി രൂപ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ ജാഥയും അവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. മന്ത്രി പറയുന്നത് കേന്ദ്രം ഫണ്ട് കനിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. താനും സമരത്തിൽ പങ്കെടുക്കാമെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഇത് എത്രമാത്രം ആശാ വർക്കർമാരെ ഇത് പറഞ്ഞു മനസ്സിലാക്കാനാകും? അവരുടെ സമരം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും സ്വാതി, അല്പസമയം മുമ്പാണ് മന്ത്രി വീണ ജോർജ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് മൂലമാണ് ആശാവർക്കർമാർക്ക് പണം നൽകാൻ കഴിയാത്തതെന്നാണെന്നും അതിനോടൊപ്പം തന്നെ താൻ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തയ്യാറുമാണെന്നാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പ് ആശാവർക്കർമാരോട് വ്യക്തമാക്കിയത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും, സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ആശാവർക്കർമാരുടെ മഹാസംഗമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇവർക്ക് ഓണറ്റേറിയം, ഉപാധികളില്ലാതെ ഓണറ്റേറിയം അനുവദിക്കുവാനും ഓണറേറിയം അനുവദിക്കുവാനും അതിനോടൊപ്പം തന്നെ ഇവിടെ 3 മാസത്തെ ഓണറേറിയം നൽകി തുടങ്ങാനും സർക്കാർ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലാണ് വീണ്ടും മന്ത്രി ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്താം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ ആശാവർക്കർമാരോട് തന്നെ പ്രതികരണം ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി പറഞ്ഞത് നിങ്ങളോടൊപ്പം വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാണെന്നും ആശാവർക്കർമാർക്ക് പണം നൽകാൻ കഴിയാത്തത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തത് മൂലമാണെന്നുമാണ്. എന്താണ് ഇതിൽ പ്രതികരണം? ഒരുപാട് കാലമായിട്ട് ഈ പല്ലവി കേൾക്കുകയാണ്, ഫണ്ടില്ല എന്ന്. പക്ഷെ ഇന്നലെ ഈ 10ാം ദിവസം രാപ്പകൽ സമരം നടത്തുമ്പോൾ ആശാ വർക്കർമാരോട് വളരെ ധിക്കാരപരമായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. എന്താണ്? PSC ചെയർമാനും മെമ്പർമാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചത്. അത് വെറുതെയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് വീണ്ടും 1.5 ലക്ഷം ഉയർത്തി കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് ആ നടപടി. അതുകൊണ്ട് ഞങ്ങളതിനെ തള്ളിക്കളയാണ്. ആരോഗ്യമന്ത്രി വാതിൽ തുറന്നിട്ടിരിക്കുന്നെങ്കിൽ ഞങ്ങളെ വിളിക്കണം. ഞങ്ങൾക്കല്ലാതെ കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വാതിൽ തുറന്നിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാം. പക്ഷേ ഈ ഡിമാൻഡുകൾ ചർച്ച ചെയ്യണം. കഴിഞ്ഞ തവണ പോലെ അവിടെ ചെല്ലുമ്പോൾ ധനകാര്യ വകുപ്പോട്ട് ആലോചിക്കട്ടെ എന്ന് പറയാനാണെങ്കിൽ ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടാവണം, അല്ലാത്ത പക്ഷം അനുനയ നീക്കങ്ങൾ ഉണ്ടാവാതെ ചർച്ചയിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാത്ത ചർച്ചയിൽ പങ്കെടുക്കാൻ തങ്ങളെ ലഭ്യമാകില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെ സർക്കാരിന് മുന്നിലേക്ക് കാഴ്ചവെക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്വാതി, അത് തന്നെയാണ്. ആശാവർക്കർമാരുടെ മഹാസംഗമ പ്രതിഷേധം ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആശാവർക്കർമാരാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ പോയി സമരം ചെയ്ത് കേന്ദ്ര ഫണ്ട് എടുക്കാൻ കൂടെ നിൽക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടാൽ മാത്രം പോരാ, തങ്ങളെ വിളിക്കണം എന്നാണ് ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത്.